SJ Sheets and Pipes, Koy Bazaar, Kumbalangi. 9061 302 555 9061 373 555. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഇപ്പോൾ ചേർത്തല ചെങ്ങണ്ടയിലും. ST ക്വാളിറ്റി സ്റ്റീൽസ്, ചെങ്ങണ്ട റോഡ്, വാരനാട് PO, ചേർത്തല, ആലപ്പുഴ. കൊച്ചി താലൂക്ക് സെൻട്രൽ ജമാഅത്ത് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സദസ്സും ഇഫ്താർ സംഗമവും നടത്തി. മയക്കുമരുന്നുമായി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും ഉപയോഗത്തിൽ നിന്ന് ഇനിയും പിന്തിരിയാത്ത വ്യക്തികൾക്കും വിൽപ്പന നടത്തുന്നവർക്കും മഹല്ലിൽ നിന്നുള്ള യാതൊരു സേവനങ്ങളും നൽകേണ്ടതില്ലെന്ന് കൊച്ചി താലൂക്ക് സെൻട്രൽ ജമാഅത്ത് കൗൺസിൽ തീരുമാനം. കൊച്ചിയിലെ വിവിധ മഹല്ല് ഭാരവാഹികളും ഉലമാക്കളും പങ്കെടുത്ത ലഹരി വിരുദ്ധ പ്രതിരോധ യോഗത്തിലാണ് തീരുമാനം. യോഗം ജില്ലാ ജമാഅത്ത് കൗൺസിൽ പ്രസിഡന്റ് ടി അഹമ്മദ് കബീർ ഉദ്ഘാടനം ചെയ്തു. ഉത്തരവാദിത്വബോധമുള്ള ഒരു ജനത ഭാവിയെക്കുറിച്ച് ഒരു പരിപാടിയുള്ളതിന് സ്വീകരിക്കേണ്ട പ്രാഥമികമായ മാതൃകകളാണ്. ലോകം ശീഘ്രഗതിയിൽ സാമ്പത്തികമായി വളരെ സമൂഹത്തിന്റെ ചരിത്രം പരിശോധിക്കുന്ന ആളുകൾക്കറിയാം, സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുമ്പോഴെല്ലാം ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ സാംസ്കാരികമായി താഴോട്ട് സമ്പത്ത് വർദ്ധിക്കുക, വിശ്രമ സമയം അധികം ലഭിക്കുക, വിനോദങ്ങൾക്കുള്ള സൗകര്യങ്ങൾ വർദ്ധിക്കുക. PH നാസർ അധ്യക്ഷത വഹിച്ചു. ഈ ഇഫ്താർ സംഗമം ഇത്തരത്തിലുള്ള ഒരു സദസ്സിന് വേദിയാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. ഏതാണ്ട് ഒരു 1.5 കാലങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ വട്ടാനശ്ശേരിയിൽ താലൂക്ക് ജമാഅത്ത് നേതൃത്വം കൊടുത്തുകൊണ്ട് അന്നത്തെ ജനപ്രതിനിധികളും പോലീസ് ഉദ്യോഗസ്ഥരുമെല്ലാം അടങ്ങുന്ന ആളുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒട്ടനവധി പരിപാടികൾക്ക് നമ്മൾ നേതൃത്വം കൊടുക്കുകയുണ്ടായി. അങ്ങനെ വീടുകൾ തോറും നമ്മുടെ പള്ളിയിലെ ഹദീബുമാരും ആ പള്ളിയുടെ ഭാരവാഹികളും പറമ്പുകൾ തോറും ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു. ഇപ്പൊ നിങ്ങളുടെ കൈകളിൽ കിട്ടിയ ബുക്ക്ലെറ്റ് ഏതാണ്ട് ഈ രോഗവുമായി ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ആളുകൾക്കുണ്ടാകുന്ന ലക്ഷണങ്ങളും അതിൻ്റെ കാരണങ്ങളും എല്ലാം അതിനകത്ത് വളരെ നല്ല രീതിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ആ ബുക്ക്ലെറ്റുകളെല്ലാം തന്നെ നമ്മൾ ഓരോ വീടുകളിലും അതാത് പ്രദേശത്തെ പള്ളിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുകൊടുക്കുകയും വീടുകളിലെ CA ഫൈസൽ സ്വാഗതം പറഞ്ഞു. K സിദ്ദീഖ് നിസാമി അൽ റഷാദി മുഖ്യ പ്രഭാഷണം നടത്തി. CG രാജഗോപാൽ, PMA സലാം, ആന്റണി കുരിത്തറ, KM റിയാദ്, അക്ബർ ബാദ്ഷാ, PA അബ്ദുൽ ഖാദർ, MM അബ്ദുൽ മജീദ്, KJ ആന്റണി, K മുഹമ്മദ് അഷ്റഫ്, റഫീഖ് നൈന തുടങ്ങിയവർ സംസാരിച്ചു. ഒരു സമയവുമാണ് നമ്മുടെ പ്രദേശമെല്ലാം ലോകം ഉൾപ്പെടെ. അപ്പോൾ കളവും ചതിയും വഞ്ചനയും നടക്കുന്ന ഈ അവസരത്തിൽ ആ കൂട്ടത്തിലാണ് ഈ നമ്മുടെ MDMA ആളുകൾ, നമ്മുടെ രാസലഹരിയുടെ ആളുകളും എല്ലാം നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുന്നത്. നമുക്കറിയാം, ഇന്ന് ഫാമിലി കോടതി എറണാകുളത്തുമൊക്കെ അറിയാൻ സാധിക്കും. ഏതാണ്ട് 2 മാസം കൊണ്ട് 500 കേസാണ് ഡൈവേഴ്സ് കേസ് വന്നത്. നമ്മുടെ വക്കീൽമാർക്കൂടെ ഇരിപ്പുണ്ട് 500 കേസ്. ആ മാതാപിതാക്കൾ വേറെ പിരിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ആ കുട്ടികൾ അനാഥമാണ്. ആ കുട്ടികളെ നോക്കാൻ അറിയില്ല. തുടർന്ന് ഇഫ്താർ സംഗമവും നടന്നു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.